ഹലോ ഫ്രണ്ട്സ്, മടുത്തൊരു മുമ്പിലെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചോദിച്ചാൽ ആദ്യമായിട്ട് കാണുന്ന നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചിട്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീന രോഗത്തിനുള്ള ചോറും കൊണ്ട് പോവാണ്, അല്ല കഞ്ഞി കൊണ്ട് പോവാണ്. എങ്ങനെയും കഴിപ്പിക്കണം അവനെ, കാരണം ഇന്നെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു. എത്ര ദിവസമായി കഴിച്ചിട്ട്. കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോഴത്തേക്കാണ് തെറിപ്പിച്ച് എറിഞ്ഞു. ഇപ്പം ഇന്നെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു. അതായത് തൻ്റെ സഹോദരനാന്നുള്ള ബോധം അവൾക്കുണ്ടല്ലോ. അപ്പം ആ പറച്ചിലിനൊക്കെ ഭയങ്കര ഒരു ആത്മാർത്ഥമുണ്ട്. എങ്ങനെയും കഴിച്ചാൽ മതി, ചെറുക്കനെ എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, റിക്കവറായി വന്നാൽ മാത്രം മതി എന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് കയറി പോവുള്ളൂ. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ അപ്പോൾ കൃഷ്ണമോൾ കാണുന്നുണ്ട്. കൃഷ്ണമോൾ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി കൊണ്ടുവന്ന് വെച്ചാൽ കഞ്ഞി കൊണ്ടുപോകണേ. അപ്പോൾ ഇന്നത്തെ പ്ലേറ്റും പൊട്ടുമല്ലേ ചോദിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയാതെ എങ്ങനെയും കഴിക്കും, അവൻ കഴിച്ചോട്ടെ. കാരണം നമ്മൾ കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ റിക്കവറായി വരുന്നത്, അവൻ്റെ അസുഖമെല്ലാം മാറുന്നു. ഒന്നത് പുറത്ത് പോയിട്ട് വന്നപ്പോൾ പനിയും കാര്യങ്ങളെല്ലാം വന്നില്ല, അവനെ അടിക്കാൻ ആൾക്കാരൊക്കെ പിടിച്ചതിന് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്നെങ്കിലും കഴിച്ചാൽ മതിയായിരുന്നു ആലോചിക്കുമ്പോഴത്തേക്ക് പറയണം, നടക്കുമെന്ന് അറിയത്തില്ല ചേച്ചി, എന്നാൽ കൊടുത്തു നോക്ക്, കാരണം ഇന്നും ചേച്ചിക്കിട്ടുള്ളത് കിട്ടാനുള്ളത് കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് മോളൊന്നും പറയാതെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് രോഹിത്തിനോട് പറയാം, മോനെ എഴുന്നേക്ക് കഴിച്ച് കഞ്ഞി വെച്ചെന്ന് പറയും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് കഞ്ഞി കൊണ്ടുവരുന്നത്, എനിക്ക് കഴിക്കാൻ കൊണ്ടുവരുന്നത്. എൻ്റെ ഫ്രസ്ട്രേഷൻ, എൻ്റെ ആയിട്ടുള്ള വിഷമങ്ങൾക്കിടയിൽ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ കഴിക്കുന്നത്, എനിക്ക് വേണ്ട, ഇത് വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എങ്ങനെയും നീ ഇത് കഴിച്ചേ പറ്റൂ, എങ്ങനെയും ഇത് നീ ഉൾക്കൊണ്ടേ പറ്റൂ. കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒന്നാമത് നിങ്ങളെ കാണുന്ന ഇഷ്ടമല്ല, ഒന്നാമത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇവിടെ വരുന്ന ഇഷ്ടമല്ല. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുന്നത്, എനിക്ക് ഇഷ്ടമല്ല. കാരണം ഒന്നാമത്തെ കാര്യം ഈ റൂമിൻ്റെ കുറ്റിയൊക്കെ തുറന്നത് തന്നെ എനിക്ക് ഭയങ്കര എല്ലാം കൊണ്ട്. കാരണം ഞാൻ അവിടെ അനുഭവിച്ചിട്ടുള്ള വേദനകൾ ഇവിടെ അനുഭവിക്കുന്ന നിങ്ങളിപ്പോൾ തരുന്നതായിട്ടുള്ള കാണിക്കുന്നതായിട്ടുള്ള കാട്ട എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ കഞ്ഞിയും വേണ്ട, ഒന്നും വേണ്ടെന്ന് പറയാം. മോനെ ഇത്തിരി ഇങ്ങനെ കഴിക്കുക, എന്നോടൊരു തോന്നലാണ്. ഞാൻ എന്നെ ഒരു വേലക്കാരിയായിട്ട് കാണും. അപ്പം നീ ഇത് കഴിക്കുക, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരാ എൻ്റെ ഉത്തരവാദി? കാരണം ഇപ്പം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഇതിൻ്റെ തിരിച്ചു വരാൻ പറ്റും. നിൻ്റെ കേസും കാര്യങ്ങളെല്ലാം മാറിയില്ല. ഇപ്പം ബാക്കി 3 പേര് അകത്ത് കിടപ്പുണ്ട്. പക്ഷേ ആ സ്ഥാനത്ത് നിനക്ക് ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് റിക്കവറായി വരാൻ പറ്റിയിട്ടുണ്ട്. നീ എന്താ ദയവ് ചെയ്ത് ഇത് കഴിച്ച് നേരെയാണോ എന്ന് പറയണം. ഉടനെ അവൾ പറയുകയാണ്, ഇപ്പം ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ കുഴപ്പമില്ല, അത് ആത്മാർത്ഥമായിട്ട് പറയുന്നില്ലേ എന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട്. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ കാണുന്നുണ്ട്. സന്തോഷമായി കഴിഞ്ഞ് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുവാണ്. പുറത്തോട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോഴത്തേക്ക് അലീനയെ കൃഷ്ണനോട് പറഞ്ഞു, എന്താ ചേച്ചി പൊട്ടിയോ, പ്ലേറ്റിൻ്റെ സൗണ്ടൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല പൊട്ടിയില്ല, അവൻ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കഴിക്കുന്നുണ്ടോ? വളരെ സന്തോഷം. എന്താണെങ്കിലും ചേച്ചി ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ചേച്ചി ചെന്നിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചേച്ചിക്ക് എന്തോ മായാജാലം അറിയാം. ചേച്ചി എന്തോ ദൈവത്തിൻ്റെ അടുത്തൊരു പൈതലിനെ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് പറയാം, എന്താണെങ്കിലും കുഴപ്പമില്ല മോളെ, എൻ്റെ അനിയനല്ലേ, അവനെ ട്രീറ്റ് ചെയ്യാതെ വേറെ ആരെ ട്രീറ്റ് ചെയ്യാനാ, ഞാൻ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇനി ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്താണെങ്കിലും ദൈവം സഹായിച്ചവന് കഴിക്കാനിടയായാലും ഇപ്പോൾ വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രശ്നം കണ്ട് അവനത് തട്ടിത്തെറിപ്പിച്ച് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറയാം. പക്ഷേ അതല്ല, ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇതെല്ലാം മാറി നേരെ ആയാലോ, എനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ ഇനി അവൻ കഴിച്ചോളും. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്ന ആഹാരമെല്ലാം കഴിച്ചോളും. അവൻ തിരിച്ച് വരുമ്പോളെ നമുക്ക് അവനെ തിരിച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. ചേച്ചി എന്താണെങ്കിലും ചേച്ചി ഗ്രേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ അലീന അടുക്കളയിലോട്ട് പോകണം. അപ്പോഴത്തേക്ക് വൈജു വരണം. വൈജു എന്ന് ചോദിക്കുക, എന്താണ് ഇവിടെ കുറേ കുശലാന്വേഷണം കാര്യങ്ങളൊക്കെ ഭയങ്കര ചിരിയും കളിയൊക്കെയാണല്ലോ. അമ്മ രോഹിതായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ എന്ന് പറയുമ്പോഴത്തെ പറഞ്ഞാൽ അവൻ ഞാൻ വന്നതിൻ്റെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ വന്നതിൻ്റെയോ, അലീന ചേച്ചി കൊണ്ട് കൊടുത്തു. അലീന ചേച്ചിയുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അലീന ചേച്ചിയുടെ സ്നേഹം കോപ്പ് ആ സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ കൊടുത്തുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല ഞാൻ വന്നുകൊണ്ടാണെന്ന് പറയാം. അമ്മ വന്നിട്ട് എന്നാ ഇരിക്കുന്നത്, ഇതിനു മുമ്പ് അമ്മ വന്നിട്ട് ഇത്ര നേരിട്ട് ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇതൊന്നും അല്ല. അമ്മ ഇത്ര നാൾ വന്നിട്ട് എന്നാ ചെയ്ത്, അമ്മ എന്തെങ്കിലും ഫോൺ ചെയ്ത് സംസാരിച്ചോ, എന്തെങ്കിലും രോഹിത്തേട്ടനെ മാറ്റാൻ പറ്റില്ല, അമ്മയെ കൊണ്ടൊന്നും പറ്റത്തില്ല. അമ്മ മര്യാദയ്ക്ക് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുന്ന പറയുമ്പോഴത്തേക്ക് നീ എന്നെ മൂലയ്ക്ക് ഇരുത്താൻ വന്നേക്കാണോ അടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അതല്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അധികാരപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അച്ഛനുമായിട്ടൊക്കെ ഒന്ന് ഒരുമിച്ച് പോകണം. നിൻ്റെ അപ്പനുമായിട്ട് ഒരു നടപടിയില്ല. വേറെ എന്ത് വേണം നീ സംസാരിച്ചോ, അപ്പനുമായിട്ടൊക്കെ ഒരുമിച്ച് പോകാമെന്നുള്ള നടപടി ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഭവിതമോൾ അങ്ങോട്ട് വരിക. ഭവിത വന്നിട്ട് ചോദിക്കുക, എന്താ ഇവിടെ വിഷയം, എന്താ വിഷയം? അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് ഞങ്ങളോട് മക്കളോട് സ്നേഹത്തോടെ
സംസാരിക്കാൻ പറ്റില്ല, എപ്പോഴും തട്ടിക്കയറി കയറി ആരോടുള്ള സ്നേഹം എന്ന് പറയാം. ഈ അലീന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലടി എനിക്ക് നടക്കത്തുള്ളൂ എന്ന് പറയാം. അലീന അന്വേഷിച്ച് എന്നെ അടുത്ത് അവളിപ്പോൾ ഈ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ രോഗത്തിനെ കൊണ്ടുവന്നതായിട്ട്, ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതായിട്ട്, വീട്ടിൽ പണി ചെയ്യുന്നതായിട്ട് എല്ലാം നല്ലത് ചെയ്യുന്നുണ്ടല്ലോ. അമ്മ ഒരു നേരം ഒരു 10 മിനിറ്റ് ഞങ്ങളുടെ സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ടോ? അപ്പം അമ്മയ്ക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ പ്രവർത്തിക്കാനൊന്നും പറയുന്നില്ല. കാരണം വൈദ്യറാണ്. അപ്പം എടി ഭവിത, നീയും കൂടി ചേർന്ന് എല്ലാവരും സെറ്റ്. ഞാൻ ആനെ സെറ്റൊന്നുമല്ല നിൽക്കുന്ന, ഉള്ള കാര്യമല്ലേ പറയുന്നത്. ഞാനിപ്പം അലീനയുടെ കൂടെ നിന്നിട്ടോ അല്ല അച്ഛൻ്റെ കൂടെ നിന്നിട്ടോ എനിക്കെന്താ കിട്ടുന്നത്? അപ്പോൾ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ബേസിൽ പറയുകയാണ്, ദയവ് ചെയ്ത് അമ്മ ഇതിൻ്റെ അകത്ത് ഇച്ചിരി വിട്ട് നിൽക്കണം, ഇത്തിരി മാറി നിൽക്കണം. എന്തെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി എടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പം എല്ലാവരും കൂടി ചേർന്ന് എന്നെ ഇല്ലാതാക്കുമല്ലേ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് വൈദ്യ അത് കയറി പോവുകയാണ്. അത് കഴിഞ്ഞാണ് നമ്മുടെ മനു വരുവാണ്. മനു വൈദ്യ വന്നിട്ട് ഒന്ന് കാണാൻ വന്നില്ല. മനു വരുവാണ്. മനു വന്ന് കയറി വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അലീന പറയണം, ചേട്ടാ പതിവ് പോലെ അല്ലാതെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചു. രോഹിത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവൻ റിക്കവറായി വരുമെന്ന് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കൃഷ്ണനോട് ഇരിക്കുന്നത് എന്ത് ചെയ്യും, അമ്മയും തിരിയും ചെയ്യുമ്പോഴത്തേന് അമ്മ അകത്തുണ്ട് ചേട്ടാ, ഇച്ചിരി ചൂടില്ല. ചൂടില്ല, അമ്മയ്ക്ക് അതന്നെയല്ലോ ആൻറ്റിക്ക് അതന്നെയല്ലേ ഉള്ളതെന്നൊക്കെ ചോദിക്കുക. ശരി ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞാൽ അകത്ത് കയറുകയാണ്. ആൻറ്റി എന്നാണ് വിശേഷം എന്ന് ചോദിക്കുക. നിനക്കറിയാലോ വിശേഷം, ഇവിടുത്തെ വിശേഷം. ഞാൻ വേറെ വീട്ടിലെടുത്ത് പോകാനിരുന്നതാണ്, പക്ഷേ ഇവിടെ ഗംഗേട്ടനും നിൻ്റെ അപ്പനെല്ലാം കൂടി ചേർത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പം നിൽക്കക്കളിയില്ലാതെ നിൽക്കുകയാണ്. ഞാൻ കൂടിപ്പോയ 4 ദിവസം, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് നോക്കി പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് പറഞ്ഞ് ആൻറ്റിക്ക് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എൻ്റെ പ്രായം എന്തോറും തന്നെ എന്തോറും ബുദ്ധി ഇല്ലാതാവണം. എനിക്ക് ആർക്കാടെ ബുദ്ധി ഇല്ലാത്ത, ആർക്കാടെ പ്രായമാകുന്നത്? കാരണം നീ എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ ആൻറ്റി വേറൊന്നും അല്ല ആൻറ്റി, കാരണം പിള്ളേരെ നോക്കി, പിള്ളേരിപ്പം പവിതയായിട്ട് കോളേജിൽ പോകുന്നില്ല. അതുപോലെ രോഗത്തിനാണ് മാനസികാവസ്ഥയൊക്കെ വളരെ മോശം. ആൻറ്റി ഇന്നിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ഇത് നേരെ കൊണ്ടുവരിക, ഒരു കുടുംബം നേരെ കൊണ്ടുവരിക? അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആൻറ്റി അല്ല ചെയ്യണ്ടേ, ഇതിപ്പോൾ എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം. ഉടനെ എനിക്കിത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ആരുടെ മുമ്പേ തല താഴ്ത്താനൊന്നും പറ്റില്ല. അവളുടെ അതായത് പഠിച്ച പറ്റിയ സന്തതിയെ കൊണ്ടുപോയി താമസിപ്പിച്ച് അവൻ വേറെ രീതിയിൽ റിലേഷനുമായിട്ട് കൊണ്ടുപോകല്ലേ, ബാലചന്ദ്രൻ കൊണ്ടിരിക്കില്ല. ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ രീതിയൊന്നുമില്ല. എനിക്ക് ഡയറക്റ്റായിട്ട് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവരെ ആരുടെ മുമ്പ് കീഴല്ല, ബാലചന്ദ്രൻ്റെ മുമ്പെയോ അലീനയുടെ മുമ്പേ ഒന്ന് കീഴ്പ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവൾ മായാജലം കാര്യങ്ങളെല്ലാം കാണിച്ച് എല്ലാവരും കീഴ്പ്പെടുത്തി നിർത്തുന്നുണ്ട്, നിന്നെ പോലും മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആൻറ്റി എന്താണെങ്കിലും കുടുംബം നോക്കണം, അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ആൻറ്റി ഇവിടെ നിൽക്കണം, വേറെ എങ്ങും പോകാൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അതായത് അങ്കിളും ആൻറ്റിയും കൂടി ചേർന്ന് ഇരുന്നൊന്ന് സംസാരിക്കും, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലം എന്നൊക്കെ കണ്ടോട്ട് അവിടെ ഇരുന്നൊന്ന് സംസാരിക്കുകയാണെങ്കിൽ തീരാനുള്ള വിഷയങ്ങളുള്ളൂ. ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, ഞാൻ പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ മനു ഇറങ്ങാണ്. ഇതാണ് നമ്മൾ ലാസ്റ്റ് കാണുന്ന സീന്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും. എല്ലാവരും മിസ് ചെയ്ത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.